ഹായ്, അപ്പോൾ നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആപ്ലിക്കേഷൻ 2025 കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. +2 കഴിഞ്ഞിട്ടുള്ളവർ എന്തായാലും കാണാൻ ശ്രമിക്കണേ. ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. ആരൊക്കെയാണ് ഈ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതൊന്നാണ് ഈ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ. റെഗുലർ ഡിഗ്രി ചെയ്യുന്ന എല്ലാവരും ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, അതുപോലെ തന്നെ +2 റിസൾട്ട്, അതുപോലെ അപ്പാർ ഐ ഡി. ആധാർ കാർഡ് ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പാർ ഐ ഡി. ഇനി നമുക്ക് ഫീസ് നോക്കിയാലോ. ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് 495ഉം SC/ST വരുന്നവർക്ക് 205 ആണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. അടുത്തതാണ് റിസർവേഷൻ. കമ്മ്യൂണിറ്റി, നേറ്റിവിറ്റി, നോൺ ക്രീമി ലെയർ, സ്പോർട്സ്, ആർട്സ് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇതിൻ്റെ ഒറിജിനൽസ് നമ്മുടെ കയ്യിലുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നേറ്റിവിറ്റിയോ നോൺ ക്രീമി ലെയറോ അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം. അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളതും. അതുപോലെ തന്നെ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് SLC കഴിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് SLC സർട്ടിഫിക്കറ്റും യൂസ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്